ഈ അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന വലിയ സ്വപ്നത്തെക്കുറിച്ച്. നമ്മൾ ഏകദേശം അതിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ അതിൻ്റെ പ്രഖ്യാപനമുണ്ടാകും. അതിൽ ആദ്യത്തെ കോർപ്പറേഷനാകാൻ വേണ്ടി പോവുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇന്നലെ വളരെ മനോഹരമായൊരു ചടങ്ങ് അവിടെ നടന്നു. അവിടെ 32 കുടുംബങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് നൽകുകയായിരുന്നു കോർപ്പറേഷൻ. അതായത് അതിദരിദ്രരായ, താമസിക്കാൻ വീടില്ലാത്ത, അന്തിചായ്ക്കാൻ ഇടവില്ലാത്ത ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നു. ഒരുപക്ഷേ ഈ ഈസ്റ്ററിന് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല വാർത്തകളിലൊന്ന്. 32 കുടുംബങ്ങൾക്ക് വീട് നൽകിയിരിക്കുന്നു. 25 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള ഭൂമിയും അതിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ നൽകിയിരിക്കുകയാണ്. വലിയൊരു ചടങ്ങായിട്ടാണ് സംഘടിപ്പിച്ചത്. മന്ത്രി എം പി രാജേഷാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. മേഘ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ മനോഹരമായ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. മേഘ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. മനു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. രാവിലെ ഇത്തരത്തിലൊരു വാർത്ത കേൾക്കാൻ കഴിയുന്നു എന്നത് സന്തോഷം നൽകുന്നതാണ്. ഈസ്റ്ററിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലൊരു നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നന്മയുടെ വാർത്ത കേൾക്കുന്നു. 32 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ്, 25 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭൂമി. കോഴിക്കോട് കോർപ്പറേഷൻ നന്മയുടെ ഒരു വലയം തീർക്കുകയാണ്. മനു, നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്, അതായത് 2025ഓടെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറും എന്നത്. അത് അങ്ങനെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ആ തരത്തിലാണ് സർക്കാരിൻ്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. അവിടെ വലിയ പിന്തുണ നൽകുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇന്നലെ GMK ലൈവിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അത് ഇന്നലെ വൈകിട്ടോടു കൂടി ആ കുടുംബം ഇപ്പോൾ സന്തോഷത്തിലാണ്. കാരണം മന്ത്രി MP രാജേഷ് നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് 38 കുടുംബങ്ങൾക്ക് താക്കോൽ നൽകുന്നു. അതിനൊപ്പം തന്നെ കോഴിക്കോട് നെല്ലിക്കോട്, അതായത് ഭവനരഹിതരായ ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് ഭൂമി നൽകുന്നതിനായി കോഴിക്കോട് നെല്ലിക്കോട്ടെ ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി ഉദ്ഘാടനവും ഇന്നലെ മന്ത്രി നിർവഹിച്ചു. 3 സെന്റ് ഭൂമി എന്നതാണ് ഓരോ കുടുംബത്തിനും നൽകുക. വളരെ സന്തോഷത്തോടു കൂടി ആണ് ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. കാരണം ചൂണ്ടിക്കാണിക്കാൻ, ഒരു തലചായ്ക്കാൻ ഒരു വീടില്ലാത്ത ആളുകൾ, സ്വന്തമായി ഭൂമിയില്ലാതെ ഏറെ നാളുകളായി കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് തണലാവുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അതിദരിദ്രർ ഇല്ലാത്ത കേരളം, അതിദരിദ്രർ ഇല്ലാത്ത കോർപ്പറേഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഫ്ലാറ്റും ഭൂമിയും ഇന്നലെ വിതരണം ചെയ്തത്, രേഖകൾ വിതരണം ചെയ്തത്. ആളുകൾക്ക് പറയാൻ വാക്കുകൾ ഇല്ലാത്ത കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചത്. കണ്ണു നനഞ്ഞുകൊണ്ടാണ് പലരും, പല കുടുംബങ്ങളും നമ്മളോട് സംസാരിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരിക്കൽ പോലും എത്ര കൂട്ടിവെച്ചാലും ഒരു തുണ്ട് ഭൂമി പോലും വാങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ. കോഴിക്കോട് കോർപ്പറേഷൻ സ്വന്തമായി വാങ്ങിയ ഭൂമി കൂടിയാണ് ഈ കുടുംബങ്ങൾക്ക് നൽകുന്നത്. അതിനൊപ്പം തന്നെ 28 കുടുംബങ്ങൾക്ക് കോഴിക്കോട് ബേപ്പൂരിലുള്ള ഭൂമി ഇനി നൽകാനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു വരികയാണ്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 814 ആളുകളെ സർവേയിലൂടെ കണ്ടെത്തുന്നു. കൃത്യമായ സർവേയിലൂടെ, അതായത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ ഈ സേവനങ്ങൾ ലഭ്യമാക്കണം എന്ന കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് സർവേ നടപ്പിലാക്കിയത്. സർവേക്കനുസരിച്ച് മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നു. ആ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് ആരോഗ്യം, സുസ്ഥിര വികസനം, ജോലി, അങ്ങനെ കൃത്യമായി ആളുകൾക്ക് നൽകാൻ കഴിയുന്ന എല്ലാ സഹായവും നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ഥിര വരുമാനമുണ്ടാക്കുന്ന രീതിയിൽ ആളുകൾക്ക് സഹായം നൽകുക, ഭക്ഷണം ലഭ്യമാക്കുക, ചികിത്സ ലഭ്യമാക്കുക, അങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യരെ ചേർത്ത് വയ്ക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇന്നലെയോടുകൂടിയാണ് നേരിട്ട് മന്ത്രിയിൽ നിന്ന് അവർക്ക് ഫ്ലാറ്റിൻ്റെ താക്കോൽ വാങ്ങാൻ സാധിച്ചു. 35 കുടുംബങ്ങൾക്ക് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ആ കുടുംബങ്ങൾ അവിടെ നിന്നും മടങ്ങിയത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഫ്ലാറ്റ്, കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ഫ്ലാറ്റാണ് ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൈമാറിയിരിക്കുന്നത്. അതിനൊപ്പം ഭൂമിയും. അങ്ങനെ ഈസ്റ്ററിൻ്റെ ഒരു പ്രത്യാശയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ തന്നെയും സ്മരണ പുതുക്കി ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ആ കുടുംബങ്ങൾ ഇന്നത്തെ ദിനത്തിലേക്ക് കടന്നുപോയിരിക്കുന്നത്. മനു, ശരി, മേഘ പോകരുത്, ഞാൻ മേഘയിലേക്ക് തിരികെ വരാം. ഏതായാലും നോക്കൂ, ആ ഫ്ലാറ്റുകൾ നിങ്ങൾ ആ ദൃശ്യങ്ങളിൽ കണ്ടില്ലേ? അതായത് എന്തെങ്കിലും ഒരു ചെറിയ സംവിധാനം ഒരുക്കി കൊടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഫ്ലാറ്റാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്, എല്ലാ സൗകര്യങ്ങളോടുകൂടിയ. ഒപ്പം തന്നെ ഒരുപാട് മനുഷ്യർ അവിടെ പങ്കെടുത്തു. അവരുടെ സ്നേഹവും അവരുടെ സന്തോഷവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടതിന് ശേഷം മടങ്ങി വരാം. എന്നിട്ട് മേഘയോട് കുറച്ചുകൂടി സംസാരിക്കാം വളരെ വേഗത്തിൽ. അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് കേരളം. ഇതിനായി സംസ്ഥാന സർക്കാർ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു.
അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ കോർപ്പറേഷൻ ആവാനുള്ള പരിശ്രമത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അതിദരിദ്രരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 32 കുടുംബങ്ങൾക്ക് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റ് നൽകി. താക്കോൽ മന്ത്രി എം പി രാജേഷ് കൈമാറി. ഇതിനു പുറമെ 25 പേർക്ക് ഭവന നിർമ്മാണത്തിനാവശ്യമായ സ്ഥലവും വിതരണം ചെയ്തു. കോർപ്പറേഷൻ വിലക്ക് വാങ്ങിയ നെല്ലിക്കോടുള്ള ഭൂമിയാണ് 3 സെന്റ് വീതം ഒരു കുടുംബത്തിന് സ്വന്തമായത്. മാതൃകാ പ്രവർത്തനം നടപ്പാക്കിയ കോർപ്പറേഷനെ മന്ത്രി എം പി രാജേഷ് അഭിനന്ദിച്ചു. മേയറും നഗരസഭയുടെ ഭാരവാഹികളുമൊക്കെ വളരെ വിനയാന്വിതരായതുകൊണ്ട് വളരെ ലളിതമായി ഞങ്ങളൊരു ചെറിയ കാര്യം ചെയ്യുന്നു, ഇതിലിത്ര വലിയ മഹത്വമൊന്നുമില്ല എന്ന മട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നതുകൊണ്ട് ഇത് ചെറിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. വളരെ മഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പ്രാധാന്യത്തിൽ വേണം ഇതിനെ കാണാൻ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വന്തമായി സ്ഥലം, ഫ്ളാറ്റ് എന്നിവ ലഭിച്ചവർ വലിയ സന്തോഷത്തിലാണ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായ വീട്ടിലാണ് 36 കൊല്ലമായിട്ട് പലരും വീട് നന്നാക്കിയിട്ടില്ല, ഒന്നുമില്ല. ഈ മഴയത്ത് ഞങ്ങളതിൻ്റെ ഉള്ളിലുണ്ടാവും. സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. നമുക്ക് ഇത് വലിയ സന്തോഷം ഇനി ഇല്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇക്കാലം വരെ ഞാൻ ഒന്നുമില്ലാത്തവനായി. ഇപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലം കെട്ടി. അപ്പോൾ അതുകൊണ്ട് അവിടെ വീടും കൂടി വന്നാൽ എനിക്കും ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാം. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി. MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, കോർപ്പറേഷൻ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്. ആ മനുഷ്യരുടെ മുഖത്തെ ചിരി കണ്ടില്ലേ? ഇതിനപ്പുറം ഒരു സന്തോഷം ഈ ഭരണാധികാരികൾക്ക് മറ്റെന്ത് വേണം? വിവാദങ്ങൾക്കും പുകമറകൾക്കും പുറകെ പോകുന്നവർ ഒന്നോർക്കണം, ഈ ചിരികൾക്ക് മുന്നിൽ നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ആരോപണങ്ങൾ ഒന്നുമല്ല. അതൊക്കെ പൊളിഞ്ഞു വീഴുന്നത് സാധാരണക്കാരായ ഈ മനുഷ്യരുടെ നന്മകൾക്ക് മുന്നിലാണ്. അവരെയാണ് നിങ്ങൾ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കണം. കാരണം ഈ വാർത്ത അതിൻ്റെതായ പ്രാധാന്യത്തോടെ എത്ര പേർ നൽകിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ബിജു അതിനിടയിൽ ഒരു കാര്യം പറയുന്നു, 38 കുടുംബങ്ങൾ എന്ന് റിപ്പോർട്ടർ പറഞ്ഞിരുന്നുവെന്ന്. ഞാനത് നോക്കാം ബിജു, ഞാനത് മേഘയോട് തന്നെ ക്ലാരിഫൈ ചെയ്യാം. മേഘ, അവിടെ 32 കുടുംബങ്ങൾക്കാണോ 38 കുടുംബങ്ങൾക്കാണോ വീട് നൽകിയത്? മനു, ഈ താക്കോൽ, അതായത് ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറിയത് 32 കുടുംബങ്ങൾക്കാണ്. 26 കുടുംബങ്ങൾക്കാണ് ഭൂമി കൈമാറിയത്. അതൊരു പക്ഷേ നാക്കുപിഴയായി വന്നതായിരിക്കാം. ഏതായാലും 32 കുടുംബങ്ങൾക്കാണ്. ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാനത് ചോദിച്ചെന്നേ ഉള്ളൂ. സാരമില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. അവർ നമ്മളോട് പറഞ്ഞപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. നോക്കൂ, എത്ര അഭിപ്രായങ്ങളാണ് പറയുന്നത് അറിയാവോ നിങ്ങളുടെ കോഴിക്കോടിനെ കുറിച്ച്? കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്നത് കോഴിക്കോടിന് അലുവയുടെ മധുരവും സുഗന്ധവുമാണ്. അതുപോലെ മധുരമുള്ള മനസ്സുള്ള മനുഷ്യരാണ് അവിടെ ഉള്ളതെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നത്. മേഘയ്ക്ക് മധുരമുള്ള മനസ്സുണ്ടോ? ഈ മനു ഹലുവ വിട്ടു പിടിക്കുന്നില്ല എന്ന് മനസ്സിലായി. അത് സത്യമാണ്. അതായത് നല്ല മനസ്സുള്ള ആളുകളാണ്. ഒരു പക്ഷേ മനുവിന് എന്നിൽ നിന്ന് തന്നെ അത് വ്യക്തമാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട്ടുകാർ നന്മയുള്ള മനുഷ്യരാണ്. അങ്ങനെ ഒരുപാട് പേർ നന്മയുള്ള മനുഷ്യർ ഒന്നിച്ചു നിൽക്കുന്ന ഒരിടമാണ് കോഴിക്കോട്. ഏതായാലും അത്രേ പറയാനുള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹം, ഒപ്പം ഈസ്റ്റർ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്.